എല്ലാവർക്കും നമസ്കാരം. AMMA അഥവാ അമ്മ അസോസിയേഷൻ ജനങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കാത്തൊരു വിഷയമാണ്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചാ വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ലക്ഷ്മിപ്രിയ, അൻസിബ അവരെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് സംസാരിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി മെസ്സേജ് വന്നു. ഇന്ന് ശ്വേതാ മേനോൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് പുറത്തു പോയിട്ടുണ്ട്. ഒരു ഓഡിയോ മെസ്സേജ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് കേട്ടപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നി. മാത്രമല്ല അൻസിബേനെ ഈ അമ്മ അസോസിയേഷൻ്റെ ചികിത്സാ പദ്ധതിയായിരുന്നു സഞ്ജീവനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മേൽനോട്ടം എന്ന് പറയുന്നത് അൻസിബയ്ക്കായിരുന്നു. അൻസിബേനെ ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം അൻസിബേനെ പുറത്താക്കി. ആ ഒരു മേൽനോട്ടത്തിൽ നിന്ന് അൻസിബിനെ പുറത്താക്കി പകരം മറ്റൊരാളെ അവിടെ അപ്പോയിന്റ് ചെയ്തു. ഒരു 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിട്ട് അത് മാറ്റി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അൻസിബ പറയുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉഷ ഹസീന എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കിരീടത്തിൽ ലാലേട്ടൻ്റെ പെങ്ങളായിട്ട് വന്ന ആർട്ടിസ്റ്റ് ഉഷ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ശരിക്കും വളരെ ബോൾഡായിട്ട് അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ അത് ഈ വീഡിയോയിലല്ല, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കുറച്ച് അധികം കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കാനുണ്ട്. ഇതിനകത്ത് വരുന്നത് അൻസിബയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ ഭാഗം, പിന്നെ ശ്വേതാ മേനോൻ്റെ ഈ ഓഡിയോ ക്ലിപ്പ്. ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ കൈകടത്തലുകൾ ഈ പറയുന്ന അമ്മ അസോസിയേഷനിൽ നടന്നിട്ടുണ്ടെന്നുള്ളത്. നമുക്കാദ്യം അൻസിബയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അൻസിബയ്ക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാര്യമായിട്ട് അൻസിബ പറയുന്നുണ്ട് എന്താണ് നടന്നത് എന്നുള്ളത്. കേട്ടു നോക്കാം. ഞാൻ ചോദിക്കുന്നത്, ഈ സഞ്ജീവനി പദ്ധതി അൻസിബയുടെ കീഴിലാണല്ലോ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ നടത്തുമ്പോൾ അത് ആദ്യം ചോദ്യം ചെയ്യുന്നത് അൻസിബയും ഉത്തരം കിട്ടേണ്ടത് അൻസിബയ്ക്കാണല്ലോ. അല്ല, എന്നെ ഈ കമ്മിറ്റി വന്ന ഉടനെ ആദ്യത്തെ തീരുമാനം അൻസിബിനി സഞ്ജീവനി ചെയ്യേണ്ടതെന്നായിരുന്നു. ആദ്യത്തെ തീരുമാനം തന്നെ ഇനി സഞ്ജീവനി പദ്ധതി അൻസിബ ചെയ്യേണ്ട. ഈ അമ്മ അസോസിയേഷനിൽ സ്ത്രീഭരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രചരണമൊക്കെ നടത്തി. അങ്ങനെയാണ് ഇലക്ഷനിൽ ശ്വേതാ മേനോൻ നിൽക്കുന്നതും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും. കുക്കു പരമേശ്വരൻ സെക്രട്ടറി ആയിട്ട് വരുന്നു. അങ്ങനെ ഒരു പാനൽ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവുന്നു. അതിനകത്ത് അൻസിബ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പബ്ലിക്കിലേക്ക് ഇതൊക്കെ പോയ കാര്യങ്ങളാണ്. ഓൾറെഡി അൻസിബ ഈ പറഞ്ഞ സഞ്ജീവനി പദ്ധതിയുടെ മേൽനോട്ടക്കാരി ആയിരുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ വന്നുടനെ തന്നെ മാറ്റണമെങ്കിൽ സ്ത്രീപക്ഷം ജയിക്കണം എന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ തന്നെ അൻസിബേനെ ആ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടാവില്ലേ? ഈ സഞ്ജീവനി പദ്ധതി എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ഈ അംഗങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു പദ്ധതിയാണ്. മാസാമാസം ഓരോ അംഗങ്ങളുടെയും രോഗവിവരം അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ നോക്കി എന്ത് മെഡിസിനാണ് അവർക്ക് വേണ്ടത് ആ മെഡിസിൻ അവർക്ക് 1-ാം തീയതിക്കുള്ളിൽ തന്നെ എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് സഞ്ജീവനി പദ്ധതി. അത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ കമ്മിറ്റി വന്നപ്പോഴാണ് അത് കൊണ്ടുവന്നതെന്നാണ് അൻസിബ പറയുന്നത്. കഴിഞ്ഞ അത്രയും കാലയളവും ആ ഒരു പദ്ധതി വളരെ കാര്യക്ഷമമായിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് പുതിയ കമ്മിറ്റി വരുന്നതും തുടക്കത്തിൽ തന്നെ അൻസിബനെ പുറത്താക്കുന്നതും എന്നാണ് അൻസിബ പറയുന്നത്. അത് എന്തിനു വേണ്ടിയായിരിക്കും? അതിനുശേഷം നടന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് അതിലൊരു വ്യക്തത വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അൻസിബ പുറത്താക്കിയത്? നമുക്കത് കേൾക്കാം. പകരം റോണി ഡേവിഡ്, ജയൻ ചേർത്തല, ആശ അരവിന്ദ് ചേച്ചി, ഒരു 3 പേര് വരുന്നു. റോണി ഡേവിഡ് ആയിരുന്നു ഇതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റി. അപ്പോൾ ഓക്കെ, അവർ മാറ്റിയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു ഡോക്ടറും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കെന്തായാലും ഡോക്ടറുടെ അത്രയും മെഡിസിനെ പറ്റിയുള്ള അറിവൊന്നുമില്ല. സാധാരണ നമുക്കറിയാവുന്ന പോലെ ഡോളോ 650 എങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, പക്ഷെ എന്നെ മാറ്റിയതാണെന്ന് എനിക്കറിയാം. ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സഞ്ജീവനിയിൽ നിന്ന് മാറ്റിയെന്ന്. ഞാൻ സഞ്ജീവനി അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ബ്രോഡ്കാസ്റ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം എല്ലാ വിവരങ്ങളും അപ്പോൾ അറിയിപ്പിക്കാൻ വേണ്ടി, അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല അൻസിബ അത് പറയാൻ പാടില്ല. അൻസിബ ഇതിന് മാറ്റിയ കാര്യം ആരോടത്തും പറയണ്ട. ഇപ്പോൾ എന്നെ പറയാൻ സമ്മതിച്ചില്ല. അത് നമ്മൾ പറഞ്ഞോളാം. ഇനി മുതൽ അൻസിബ നമ്മുടെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കേണ്ട, മെമ്പേഴ്സിന് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട, ഇവിടുന്ന് നമ്മൾ അയച്ചോളാം. അമ്മയുടെ സ്പോക്സ് പേഴ്സൺ ഒരാളായിരിക്കും. ഇതിന് മാറ്റിയ കാര്യം ആരോടത്തും പറയണ്ട. ഇപ്പോൾ എന്നെ പറയാൻ സമ്മതിച്ചില്ല. അത് നമ്മൾ പറഞ്ഞോളാം. ഇനി മുതൽ അൻസിബ നമ്മുടെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കേണ്ട, മെമ്പേഴ്സിന് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട, ഇവിടുന്ന് നമ്മൾ അയച്ചോളാം. അമ്മയുടെ സ്പോക്സ് പേഴ്സൺ ഒരാളായിരിക്കും. അത് പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ജോയ് മാത്യു സാറിന് പറയാം. വേറെ ആരും സംസാരിക്കാൻ പാടില്ല. ബേസിക്കലി എന്റെ വാടപ്പിച്ചു ഞാൻ ഇനി. അതായത് അൻസിബേനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് ശേഷം പിന്നെ അൻസിബ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് എന്ത് റൈറ്റാ ഉള്ളത് ഈ പറയുന്ന കമ്മിറ്റിക്ക്? അൻസിബ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് അൻസിബയല്ലേ? അപ്പോൾ ആ ഒരു വ്യക്തിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെങ്കിൽ അല്ലെങ്കിൽ മാറ്റിയെങ്കിൽ അത് അംഗങ്ങളോട് പറയുന്നതിന് എന്താ തെറ്റ്? അതെന്തുകൊണ്ട് അവർ സമ്മതിച്ചില്ല? ശ്വേതാ മേനോൻ പറയുന്നു അൻസിബേനെ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ്
ശരി? ഇത് അവരുടെ അംഗങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അൻസിബ ആക്ച്വലി ഈ കാര്യം മെമ്പേഴ്സിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അമ്മയെ റെപ്രസെൻ്റ് ചെയ്ത് പുറത്ത് സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സഞ്ജീവിനിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി. പക്ഷെ എന്നെ പറയാനും സമ്മതിക്കുന്നില്ല, എന്നെ മാറ്റി പുതിയ ആൾക്കാർ വന്നതെന്ന്. അപ്പോൾ സഞ്ജീവനിയിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കുക എന്താ, ഞാൻ ഒഴിവാക്കി പോയി വേറെ ആൾക്കാരെ എടുത്തു എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഒരു അസോസിയേഷൻ ആകുമ്പോൾ അവിടെ ഭാരവാഹികൾ മാറി മാറി വരാം. അത് ഈ ചില അസോസിയേഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഭാരവാഹികൾ മാറി വരുമ്പോൾ അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഒരു പുതിയ കമ്മിറ്റി വരുമ്പോൾ തന്നെ മാറ്റമുണ്ടായ ആൾക്കാരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് അവരുടെ വാട്സപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ ലെറ്റർ മുഖേനയോ ഒക്കെ അയക്കാറുണ്ട്. ഇവിടെ എന്തുകൊണ്ട് അൻസിബയെ മാറ്റിയ കാര്യം അറിയിക്കേണ്ടെന്ന് പറയുന്നു? ഞങ്ങൾ അറിയിച്ചോളാം. ഒരുപക്ഷെ അവർ അറിയിക്കുന്നത് എന്തായിരിക്കും? അൻസിബയ്ക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ അല്ലെങ്കിൽ പേഴ്സണൽ കാരണങ്ങളാൽ അൻസിബ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുവാണ്, ഈ പറഞ്ഞ സഞ്ജീവി പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കുവാണ് എന്നായിരിക്കും അവർ അറിയിക്കുന്നത്. അതുകൊണ്ട് അവർ മാറ്റി എന്നായിരിക്കില്ല പറയുന്നത്. ഞാനിത് വ്യക്തമായിട്ട് പറയാൻ കാരണം, അൻസിബ AMM അസോസിയേഷന്റെ രാജിവെച്ച സമയത്ത് സിജോയ് വർഗീസ് അദ്ദേഹത്തോടും ശ്വേത മേനോനോടും മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അൻസിബ രാജിവെച്ചത്. അത് ആ കുട്ടിയുടെ പേഴ്സണൽ കാര്യങ്ങൾ, സിനിമയിലേക്ക് പോകണം, കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അന്ന് ഈ വിഷയങ്ങളൊന്നും പുറത്തറിഞ്ഞിട്ടില്ല. സിജോയ് വർഗീസും പറയുന്നുണ്ട്, ശ്വേത മേനോനും പറയുന്നുണ്ട്. അവരുടെ സിജോയ് വർഗീസ് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വണ്ടിക്കകത്തിരുന്നാണ് പറയുന്നത്. ശ്വേത മേനോൻ പറയുന്നത് അല്ലാണ്ട് തന്നെ നിന്ന് പറയുന്നു അവരുടെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടാണ് അവർ രാജിവെച്ചതെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ അംഗങ്ങളോടും പറയാൻ സാധ്യതയില്ലേ? അവരുടെ പേഴ്സണൽ ചില കാരണങ്ങൾ കൊണ്ട് അവരിവിടെ നിന്ന് മാറി നിൽക്കുകയാണ്, ഈ ഒരു പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറയില്ലേ? അപ്പോൾ അത് കള്ളമല്ലേ? അപ്പോൾ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വേണ്ടേ കരുതാൻ? അൻസിബ ഒരു പക്ഷേ അത് പറയാതിരുന്നെങ്കിൽ അംഗങ്ങൾ അതിന്റെ സത്യാവസ്ഥ അറിയില്ലായിരിക്കും. അത് പറഞ്ഞോ ഇല്ലയോ എന്നാണ് ഇനി അൻസിബ പറയാൻ പോകുന്നത്. കേട്ടു നോക്കാം. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല, അത് നമ്മൾ പറഞ്ഞോളാം, അൻസിബ അവരെ സംസാരിക്കണ്ട. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് 1-2 ആഴ്ച ഞാൻ മിണ്ടിയില്ലാന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി. തുടക്കത്തിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ സംഭവിച്ചതാ. അപ്പൊ ഞാൻ പിന്നെ പക്ഷെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതിന്റെ മെഡിസിനെ പറ്റി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ. എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഇവരെൻ്റെ വാ അടപ്പിച്ച് വെച്ചുകൊണ്ട് എന്നെ മാറ്റിയെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. ഭയങ്കര മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുക. മരുന്നുകൾ കിട്ടാൻ ലേറ്റാവും. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, എന്നെ മാറ്റിയതൊക്കെ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ മാസവും ഒരു 20-ാം തീയതിക്ക് മുന്നെങ്കിലും മരുന്നുകൾ അയക്കണം, എന്നാലേ ഇത് പലയിടത്തും ദൂര സ്ഥലങ്ങളിലേക്ക് ബാംഗ്ലൂർ വരെയൊക്കെ പോകുന്നുണ്ട്, എന്നാലേ കറക്റ്റ് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ എല്ലാവരുടെയും മെഡിസിൻ, അതെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ മാറ്റി എന്നുള്ള കാര്യം പറയാൻ സമ്മതിക്കുന്നില്ല. അവസാനം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നിവൃത്തിയോട് കാരണം ഞാൻ മെസ്സേജ് അയച്ചു, ഇനിയിപ്പോൾ എന്നെ പുറത്താക്കട്ടെ, ഞാൻ ഇവർ പറഞ്ഞത് ലംഘിച്ചിട്ട് ഞാൻ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഞാനിങ്ങനെ മാറിയിട്ടുണ്ട്, എന്നെ മാറ്റിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതാണ് അൻസിബ പറയുന്നത്. അൻസിബ എന്നെ പറയാൻ പോലും സമ്മതിച്ചില്ല. എന്തുകൊണ്ട് മാറ്റി എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. അതുവരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു കാര്യത്തിൽ പുതിയൊരു കമ്മിറ്റി വരുമ്പോൾ അവരുടെ ഇഷ്ടമാണ് ആരെ വെക്കണം എന്നുള്ളത്. പക്ഷേ അത് അംഗങ്ങളെ അറിയിക്കാൻ സത്യസന്ധമായിട്ട് പറയാന്നുള്ളത്. എന്നെ പോലെ അൻസിബ ഈ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അൻസിബ മാറ്റിയിരിക്കുന്നു ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഈ കമ്മിറ്റിക്കുണ്ട്. കമ്മിറ്റിക്കുണ്ടായിരുന്നു. പക്ഷെ അവരത് പറയാൻ അൻസിബ പോലും സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞോളാന്ന് പറയുന്നു. അപ്പോൾ അൻസിബയ്ക്ക് അവിടെ പേടിയായി, എന്തായിരിക്കും ഇവർ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അൻസിബ പ്രത്യേക കാരണങ്ങളാൽ ഇവിടുന്ന് പോയിരിക്കുകയാണ്, എടുത്തു മാറ്റി എന്നല്ല പറയുന്നത്, പോയിരിക്കുകയാണ് എന്നായിരിക്കും പറയുന്നത് എന്നൊരു ധാരണയായിരിക്കും അൻസിബയ്ക്ക് ഉണ്ടായതും അൻസിബ അത് ഈ മെമ്പേഴ്സിനെ അറിയിച്ചത്. ഞാനിങ്ങനെ മാറിയിരിക്കുകയാണെന്ന് വ്യക്തമായിട്ട് അവരെ അറിയിച്ചത്. ഇനി പുതിയ ആൾക്കാർ കയറിയതിനു ശേഷം എന്താ സംഭവിച്ചത് അതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് വരാം. സഞ്ജീവിനി മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അംഗമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന് ഒരു മെഡിസിൻ കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഞ്ജീവിനി പ്രോജക്റ്റ് ആലോചിച്ച സമയത്ത് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞ കമ്മിറ്റിയായിരുന്നു സഞ്ജീവിനി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖിക്കൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ രാജിവെച്ച് പോകുന്നതിൻ്റെ മുന്നേ തന്നെ സഞ്ജീവിനി പദ്ധതിയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് അറിയുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മെമ്പറല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ മെമ്പറിനല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുകയും അതിന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ വേറെ 2 കൊട്ടേഷനും കൂടെ വിളിച്ചു. എപ്പോഴും ഒരു 3 കൊട്ടേഷനെങ്കിലും വിളിച്ചിട്ട് ഏറ്റവും കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. വേറെയും 2 കൊട്ടേഷൻ വിളിച്ചു. ആ 2 കൊട്ടേഷനേക്കാളും കുറവ് തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഈസി പാസ്സാക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനി മുഖേന നമുക്ക് ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും സഞ്ജീവിനി പദ്ധതി പ്രകാരം മെഡിസിൻസ് കൊടുക്കാമെന്നുള്ളത്. അതിന് മെഡിസിൻസ് കൊടുത്തു. വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മെഡിസിൻസ് എല്ലാവർക്കും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് സഞ്ജീവനി പദ്ധതി പ്രകാരം അവർക്ക് അയക്കാൻ വേണ്ടി കരാർ ഒപ്പിട്ട് അവരത് അയച്ചു തുടങ്ങി. ഒറ്റ കമ്പനി അത് പോകുന്നത് ആലോചിക്കണം. ഒരു കമ്പനിയിൽ നിന്ന് എല്ലായിടത്തേക്കും ഈ പറയുന്ന മെഡിസിൻസ് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒരു കമ്പനിയെ മാത്രം
ബ്ലെയിം ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ മാത്രം ചോദ്യം ചെയ്താൽ മതിയാവും. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ കമ്മിറ്റി കയറിയതിനു ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ കമ്പനിയിൽ നിന്നും ഇത് വിഡ്രോ ചെയ്യുന്നു, പകരം മറ്റു പല കമ്പനികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. നമുക്ക് അതിലേക്ക് വരാം. ഇത് സഞ്ജീവനി പദ്ധതി നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുക, അവരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും പലരുടെയും. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊടുക്കണമൊക്കെ ഉണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ മെഡിസിൻ കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ട് മെഡിസിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കമ്മിറ്റി വന്നപ്പോഴേക്കും ഒറ്റയടിക്ക് അതങ്ങ് മാറ്റി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് പോകേണ്ട ആവശ്യമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു സംവിധാനത്തെ പൊളിച്ചടുക്കി, അതായത് എന്താ പറയുക, ഒരു പൈപ്പ് ഇട്ടിട്ട് ആ ഒരു പൈപ്പിൽ കൂടി മാത്രം വന്നുകൊണ്ടിരുന്ന വെള്ളത്തെ ആ പൈപ്പിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ വേറെ പൈപ്പ് കണക്ട് ചെയ്തു. ആ പൈപ്പിൽ നിന്ന് വേറെ പല ഭാഗത്തേക്കും കണക്ട് ചെയ്തു. അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മണ്ണിനടി കൂടെ പോകുന്ന പൈപ്പ്, വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്, ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റേത് ഒരു പൈപ്പ് ആയിരുന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്, ഉണ്ടായിട്ടുണ്ടെന്നല്ല ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് ഈ സംഘടനയെ കൊണ്ട് എത്തിച്ചു, ഈ ഒരു സഞ്ജീവനി പദ്ധതിയെ കൊണ്ട് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പല കമ്പനിയിൽ നിന്ന് മെഡിസിൻ അയക്കുമ്പോൾ ഏത് കമ്പനിയുടെ മെഡിസിനാണ് പ്രശ്നമുള്ളത് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടേക്ക് കൊണ്ട് എത്തിച്ചു. ശ്വേതാമേനൻ പറയുന്ന ന്യായീകരണം, നമ്മുടെ പാനലിൽ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അൻസിബയെ മാറ്റാൻ പറയുന്ന ന്യായീകരണമാണ്. നമ്മുടെ പാനലിൽ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ മേൽനോട്ടം വഹിച്ചാൽ മതി എന്നങ്ങ് കമ്മിറ്റി തീരുമാനിച്ചു എന്നുള്ള ലെവലിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ബാക്കിയേക്ക് ഈസിയിൽ അതൊന്നും പറഞ്ഞ് പാസ്സാക്കിയൊന്നുമില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെത് മാറ്റിനി അടുത്തൊരു കൊട്ടേഷൻ വിളിച്ചിട്ട് അതിനേക്കാളും കുറവ് വേറൊരാൾ തരികയാണെങ്കിൽ തന്നോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. എപ്പോഴും പൈസ കുറഞ്ഞിട്ട് ക്വാളിറ്റി കൂടുതലുള്ള മെഡിസിൻസ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവരെ തന്നെ നമ്മൾ വെക്കുകയുള്ളൂ. എല്ലാ വർഷവും നമുക്ക് കൊട്ടേഷൻ വിളിക്കാം. പുതിയ കമ്മിറ്റി വന്നപ്പോഴും കൊട്ടേഷൻ ഇവർ തന്നെ വെക്കുന്നു, ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതങ്ങ് മാറ്റിയിട്ട് വേറെ ഏതൊക്കെയോ മെഡിസിൻ കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ മെഡിസിൻസ് അയക്കുന്നു. അപ്പോൾ ബേസിക്കലി ഒറ്റ സ്ഥലത്തുനിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോകാൻ തുടങ്ങി. നമുക്കിതിൻ്റെ കണക്കൊന്നും തരുന്നില്ല. ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല കമ്മിറ്റിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരവില്ല. അപ്പോൾ ഇത് അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. ഗുരുതരമായ അലിഗേഷനാണ് അൻസിബ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മെഡിസിൻ ആണ് സാധനം. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. പല കമ്പനിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അരുതാത്ത മെഡിസിൻസ് പോയി കഴിഞ്ഞാൽ ആരെ പരാതി പറയും, ആരെ പഴി പറയും, ആരെ ബ്ലെയിം ചെയ്യും, ഒരു ഐഡിയ ഇല്ല. മറ്റേത് ഒരു കമ്പനിയിൽ നിന്നും സ്ഥിരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത്? അതിനകത്തൊരു അജണ്ട ഉണ്ടാവില്ല എന്നുള്ളതാണ് ചോദ്യം. ഇനി ഇതിനെല്ലാം മറുപടിയായിട്ട് ശ്വേതാ മേനോൻ ഒരു ഓഡിയോ മെസ്സേജ് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തു, അവരുടെ ആൾക്കാർക്ക്. ഓക്കെ, ആ സാധനം പുറത്തു പോയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഹായ്, നമസ്കാരം. ഞാൻ ശ്വേതാ മേനോനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിയെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഓഗസ്റ്റ് 20 മീറ്റിംഗില് സഞ്ജീവിനി, അവള് കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് സഞ്ജീവിനി അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്തു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഉണ്ടാവുമ്പോ നമ്മുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഉണ്ടാവുമ്പോൾ, അതായത് ആ ഡോക്ടർ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരെ മാറ്റി എന്നല്ലേ മീൻ ചെയ്യുന്നത്, അല്ലേ? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ ഇവരെ മാറ്റാതെ ഈ ഡോക്ടർ അവിടെ ഇവരുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇനി ഒരു ഡോക്ടർ ഉണ്ടെന്ന് വെച്ചിട്ട് ആ ഡോക്ടർക്ക് എല്ലാ മെഡിസിനെ കുറിച്ച് അറിയണമെന്നുണ്ടോ? ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ടാണ് ഈ ഒരു ഡോക്ടർ അവിടെ കൊണ്ട് നിർത്തിയത്. അതാരാ? ഡോക്ടർ റോണി ഡേവിഡ്. ഓക്കെ, അദ്ദേഹത്തെ ഇവിടെ അൻസിബ എവിടെയും ബ്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അണ്ടറിലുണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് പോയിരുന്ന മെഡിസിൻ ഈ കമ്മിറ്റി വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് മറ്റു പല കമ്പനിയിൽ നിന്ന് അയക്കാൻ തുടങ്ങി. അതിനെയാണ് അൻസിബ ചോദ്യം ചെയ്തത്. അതിന്റെ കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല, കണക്കുകളൊന്നും ആരെയും കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഫണ്ടുകൾ, എന്തായാലും പൈസ കൊടുക്കാതെ മെഡിസിൻ കിട്ടില്ലല്ലോ. അതിപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനി ആയാലും മറ്റേ കമ്പനി ആയാലും പൈസ കൊടുക്കാതെ കിട്ടത്തില്ല. ഇത് ആരൊക്കെയാണ് കൊട്ടേഷൻ വെച്ചതെന്ന് അറിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കുറേ സമയത്തൊന്നും ഈസിക്ക് അറിയില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അറിയത്തില്ലെന്ന് പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥയൊന്നും ശ്വേതാ മേനോൻ വ്യക്തമായിട്ട് പറയുന്നുമില്ല. ബാക്കി കേൾക്കാം. എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ഡോക്ടർ മുഖാന്തരം നമുക്ക് കറക്റ്റ് മെഡിസിൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ഒരു ഡോക്ടർ മുഖാന്തരം എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാരുടെ, എനിക്കൊന്ന് രമേഷ് പിഷാരട്ട് പറയണ്ടായിരുന്നു 500ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഈ 500ഓളം മെമ്പേഴ്സിന്റെ അസുഖ വിവരങ്ങൾ ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ഈ മെഡിസിൻസ് പല കമ്പനിയിൽ നിന്ന്, ഒരു കമ്പനിയിൽ നിന്നല്ല പല കമ്പനിയിൽ നിന്ന് അയക്കാൻ പറ്റുന്നത്? ഈ ഡോക്ടർക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അൻസിബ പറയുന്ന പ്രകാരമാണ് 20-ാം തീയതി മുതൽ ഇത് ചെയ്താൽ മാത്രമേ 1-ാം തീയതി അകത്ത് ഈ സാധനം അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡോക്ടർ വിചാരിച്ചാൽ ഈ പല കമ്പനിയിൽ നിന്നും ഈ സാധനം കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റുമോ? മാത്രമല്ല ഈ ഡോക്ടർക്ക് എല്ലാ മെഡിസിനെ കുറിച്ചും ഉള്ള
ധാരണ ഉണ്ടാവുമോ? പല മെമ്പേഴ്സാണ്, പല അസുഖങ്ങളുള്ള ആൾക്കാരാണ്, കൂടുതലും പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരിലേക്കും ഈ മെഡിസിൻ പ്രോപ്പറായിട്ട് എത്തിക്കാൻ ഈ ഒരു ഡോക്ടർ വിചാരിച്ച് നടക്കൂ? അതിനൊരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് തന്നെ വേണ്ടേ? ശിവരാമൻ എന്ന് പറഞ്ഞ ന്യായീകരണം എന്താ? പല ഡോക്ടേഴ്സിൻ്റെ ആവശ്യമില്ല, പാനൽ ഓഫ് ഡോക്ടേഴ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ബുദ്ധിമോശമല്ലേ, അല്ലെങ്കിൽ മണ്ടത്തരല്ലേ കാണിച്ചിരിക്കുന്നത്? ഇനി മണ്ടത്തരം വരുന്നേ ഉള്ളൂ, നമുക്കത് കേൾക്കാം. ഈ കാര്യങ്ങള് ഇവള് ഓരോ ആൾക്കാരെ, ഓരോ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കമ്മിറ്റി മെമ്പർ പ്രായത്തിൽ മുതിർന്നതായിക്കോട്ടെ പ്രായത്തിൽ താഴ്ന്നതായിക്കോട്ടെ, അവരെക്കുറിച്ച് മറ്റ് മെമ്പേഴ്സിനോട് പറയുമ്പോൾ ഈ ഇവള് കുറച്ചെങ്കിലും ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാം. ശ്വേതാ മേനോൻ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ളൊരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നേരെ താഴേക്കാണ് പോകുന്നത്. ഇവള് നിങ്ങളുടെ കമ്മിറ്റി മെമ്പർ അല്ലേ, പേര് പറയാമല്ലോ, പേര് പറഞ്ഞ് സംസാരിക്കാമല്ലോ. അപ്പോൾ അൻസിബ മെമ്പേഴ്സിനെ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓഗസ്റ്റ് 20 രാത്രി മജീദ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്തിനാണ് അൻസിബേനെ സഞ്ജീവനിന്ന് മാറ്റിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്ക സഞ്ജീവനിന്ന് മാറ്റിയതല്ല, നമ്മളൊരു പുതിയ ടീം വന്നിട്ടുണ്ട്, നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഉണ്ടാവുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത്? അത്രയും നല്ലതല്ലേ. പിന്നെ നമുക്ക് സമയം തരൂ, നമുക്ക് നമ്മളുടെ കമ്മിറ്റി രീതി, നമ്മളുടെ രീതിയിൽ നമുക്ക് അത് എന്താ പറയാ, നമുക്കും സഞ്ജീവനി നമ്മളുടെ രീതിയിൽ നടത്താനുള്ള ഒരു ഫ്രീഡം തരൂ. ഫ്രീഡം ഒക്കെ എടുത്തെടുത്ത് ഇപ്പൊ എന്തായി? പഴമൊഴി പറയുകയാണെങ്കിൽ കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാക്കി. ഇതായിരുന്നു അവസ്ഥ, ഇതാക്കിയ അവസ്ഥ അല്ലേ? അവസാനം എന്താക്കി? രാജിവെച്ച് ഇറങ്ങി പോകേണ്ടി വന്നു. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന പോലെ സ്മൂത്തായിട്ട് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്ത് വളരെ സൗമ്യമായിട്ടൊക്കെ കാര്യങ്ങൾ പോകുമായിരുന്നു. പക്ഷെ അപ്പോഴാണ് പല അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അദാനി ഗ്രൂപ്പിൽ നിന്ന് ഫണ്ട് വരുത്താൻ നോക്കുന്നു, വേറെ പല കഥകൾ ഉണ്ടാക്കുന്നു, ഒരു ബഹളമായിരുന്നു. ഇപ്പൊ എന്താക്കി? ഇറങ്ങി പോയിട്ട് വന്നില്ലേ? ഉടായ്പകൾ കാണിക്കാൻ ശ്രമിച്ചാൽ എന്നും അത് വർക്കൗട്ട് ആവില്ല. ചിലപ്പോൾ നമ്മളെ അത് വേരോടെ പിഴുതെറിയും. അതാണ് ഇവിടെ സംഭവിച്ചത്. 10 മാസം കയറിയ കമ്മിറ്റി അതുപോലെ എന്ത് ചെയ്തു? താഴെ ഇറങ്ങേണ്ടി വന്നു. എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. അത്രയും മെമ്പേഴ്സ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മെമ്പേഴ്സിന്റെ കുറ്റമാണോ നിങ്ങളുടെ കുറ്റമാണോ? ഒരു രാജാവ്, ആ രാജാവിനെതിരെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ പറയാണ് രാജാവ് നല്ലവനാണ്, ജനങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അസോസിയേഷനിലെ കംപ്ലീറ്റ് ആൾക്കാർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് നിൽക്കുകയാണ്. ആകെ 15 പേരെന്തുമാണ് അവിടെ കൈവയ്ക്കെന്ന് പറഞ്ഞത്. അവിശ്വാസ പ്രമേയം പാസ്സാക്കിയപ്പോൾ 15 പേരെന്തോ കൈവയ്ക്കെന്ന് പറഞ്ഞാൽ അതിൽ പകുതി ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ബാക്കി മുഴുവൻ ആൾക്കാർ നിങ്ങളുടെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയം തന്നതിൻ്റെ പേരിൽ അവർ ഖേദിക്കുകയാണ്. അവസാനം ഇറങ്ങിപ്പോയിട്ട് വന്നില്ലേ? പുറമേ വന്ന വാർത്തകൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളവിടെ മെമ്പറൊന്നുമല്ല, പുറമെ കേൾക്കുന്ന വാർത്തകൾ വെച്ചിട്ട് അവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ പരിപാടി പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിവസം ഓരോ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ഉഷ ഹസീന കൊടുത്തു, ലക്ഷ്മിപ്രിയ കൊടുത്തു, അൻസിബ കൊടുത്തു, റോണി ഡേവിഡ് കൊടുത്തു, അങ്ങനെ പല ആൾക്കാർ, യമുന റാണി കൊടുത്തു, പല ആൾക്കാരും ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാർ നിങ്ങൾ ഓപ്പോസിറ്റാണ് സംസാരിക്കുന്നത്. ഉഷ ഹസീന അവരുടെ വീഡിയോ കണ്ടപ്പോൾ, അവരുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും അവരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ വരേണ്ടത്. അങ്ങനെ തോന്നിപ്പോയി. എന്ത് ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. സല്യൂട്ട് ചെയ്യാൻ തോന്നിപ്പോയി. ബാക്കി കേൾക്കാം. ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരുപാട് മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ആദ്യം വിളിച്ചത് മജീദാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരു സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസോ ഒരു രീതിയിലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഡോക്ടർ റോണിന്റെ മുകളിൽ അൻസിബ പൊതുവേദിയില് മീഡിയ മുമ്പാകെ ഇങ്ങനെ പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ കണ്ട ഒരു വീഡിയോയിലും അൻസിബ ഡോക്ടർ റോണിയുടെ മേലൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അൻസിബ പറഞ്ഞൊരു കാര്യം, ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന മെഡിസിൻ, നമ്മൾ കുറച്ച് മുന്നേ കേട്ടത്, ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന മെഡിസിൻ എന്തിന് പല കമ്പനികളിലേക്ക് ഷെയർ ചെയ്തു, പല കമ്പനികളിലേക്ക് കൊടുത്തു. ഇതാണ് അൻസിബയുടെ ചോദ്യം. അതിനുത്തരം പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനേക്കാളും പേയ്മെൻറ്റ് കുറച്ചാണോ മറ്റു കമ്പനികൾ തരുന്നത്? അതല്ലെങ്കിൽ തന്നെ ഒരു ഒറ്റ കമ്പനിയിൽ നിന്ന് വരുന്നതിന് പകരം പല കമ്പനിയിലേക്ക് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? അതേ ആ കുട്ടി ചോദിക്കുന്നുള്ളൂ. ബാക്കിയേക്ക്. ബിക്കോസ് അൻസിബ ഇപ്പൊ പറയണത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം കറക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഇതിന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റി മുമ്പാകെ, മീഡിയ മുമ്പാകെ വന്നിട്ട് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ എല്ലാത്തിലും അവസാനം ഒരു അമ്മയാണ് ഇതില് ബുദ്ധിമുട്ടുന്നത്. അമ്മ അസോസിയേഷൻ ആണ് നാറുന്നത്. അവിടെയാണ് എനിക്ക് സങ്കടം വരുന്നത്. അച്ചോടാ, എന്റെ പൊന്നു ശ്വേത ചേച്ചി ചിരിപ്പിക്കല്ലേ. ഇപ്പൊ അമ്മ അസോസിയേഷന് നല്ല പേരാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് അല്ലേ? എല്ലാവരും കൂടി ഒരാൾ ഇവിടെ ഹോട്ടൽ റൂമിൽ നടന്നു പറഞ്ഞ കഥ പറയുന്നു, ഒരാൾ അപ്പുറത്ത് വേറൊരു കഥ പറയുന്നു. ഇപ്പൊ നല്ല പേരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല അസൽ പേര്. ജനങ്ങൾക്കിടയിൽ AMM എന്ന് പറഞ്ഞ അസോസിയേഷന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് AMM എന്ന് പറയുന്നത്. ഒരുപാട് എനിക്ക് അറിയുന്ന ആൾക്കാർക്ക്, അത് പ്രായമുള്ള ആൾക്കാർക്ക്, ഞാൻ പേരൊന്നും പറയുന്നില്ല,
വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം കറക്റ്റായിട്ട് പെൻഷൻ വരുന്നുണ്ട്, കറക്റ്റായിട്ട് മെഡിസിൻസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ സംഘടനാപരമാക്കി മാറ്റി. ഇതാണ് സത്യം. ശരിക്കും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളവിടെ വിളിച്ചിരുത്തി സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളത് സമയാസമയം ചെയ്യാതെ വന്നപ്പോൾ അത് പബ്ലിക്കിലേക്ക് എത്തി. പബ്ലിക് ഓഡിറ്റ് നടക്കുന്നു, മീഡിയ എടുത്ത് അലക്കുന്നു, പബ്ലിക് അലക്കുന്നു, ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കേണ്ടി വരും. ഇതാണ് സംഭവം. ഇപ്പോൾ ഓരോ മെമ്പേഴ്സായിട്ട് ഓരോ ചാനലിലും ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒട്ടും നാറുന്നില്ല അല്ലേ? ഒട്ടും നാണക്കേട് തോന്നുന്നില്ല അല്ലേ? ഇപ്പം നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? അല്ല, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. എനിക്ക് സങ്കടം വരുന്നു, അമ്മ അസോസിയേഷനാണ് നാണക്കേടെന്നൊക്കെ പറയുന്നത്. ഇപ്പം നാണക്കേടൊന്നും ഇല്ല ആർക്കും. ബാക്കി എന്നെ നിങ്ങളെല്ലാരും ആരൊക്കെ വോട്ട് ചെയ്തു അവരെല്ലാരും എന്നെ ഈ സ്ഥാനത്തിൽ എത്തിയത് അമ്മ അസോസിയേഷന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കമ്മിറ്റിയിൽ ഒരു പാനൽ ഇല്ലായ്മ, നമ്മുടെ കമ്മിറ്റിയിൽ അൻസിബ പോലെ ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാര് വന്ന് ഇന്ന് വിസിൽ ബ്ലോവർ ആയിട്ട് മീഡിയ മുമ്പാകെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അൻസിബയെ പോലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു, അപ്പോൾ ലക്ഷ്മിപ്രിയ നിങ്ങളുടെ വലം കൈയാണോ പേര് പറയാത്തത്? ലക്ഷ്മിപ്രിയ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഈ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ പറയുന്നത്? ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കല്ലേ ചെയ്യുന്നത്? ഒന്നോ രണ്ടോ പേര് അല്ലെ ഒന്നിലധികം ആൾക്കാരെ വ്യക്തിപരമായിട്ട് ആ സ്ത്രീ അധിക്ഷേപിക്കല്ലേ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്താ നിങ്ങളുടെ വലം കൈ ആയതുകൊണ്ടോ? അൻസിബ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് തന്നപ്പോൾ നിങ്ങൾ അൻസിബയോട് പറഞ്ഞ മറുപടി എന്തായിരുന്നു? നത്തിങ് ടു ഡു വിത്ത് അമ്മ, ഇതിൽ അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ട് തീർക്കണം എന്നാണ് പറഞ്ഞത്. ആ നിങ്ങൾ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി എന്തിനിടപെട്ടു? ഇത് ഞാൻ പറഞ്ഞതല്ല, ഉഷാ ഹസീന പറഞ്ഞതാണ്. ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ അൻസിബയോട് നിങ്ങൾക്ക് ഒരു നയം, ലക്ഷ്മിപ്രിയയോട് വേറൊരു നയം. എന്തിനു വേണ്ടി? ഉത്തരവുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തലയുയർത്തുന്ന സംസാരിക്കായിരുന്നു. ബാക്കി പറ. പിന്നെ ബാക്കി ആൾക്കാർ എന്തൊക്കെയോ പറയുന്നത് കയ്യെ വിട്ടുപോയി. സോ താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും പറയാണ്, പക്ഷെ ഡോക്ടർ റോണീനെ ഒരു കാരണവശാലും ഞാനോ എന്റെ കമ്മിറ്റിന്റെ ഒരാളും തെറ്റിദ്ധരിക്കില്ല. ബിക്കോസ് he's a proper doctor and we are very proud of Sanjeevani and Dr. Ronnie, Anjali and Asha superb ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ റോണി ആരും കുറ്റം പറഞ്ഞിട്ടില്ല, അൻസിബയും കുറ്റം പറഞ്ഞിട്ടില്ല. അൻസിബ പറഞ്ഞ എന്താണ്? എന്നെ മാറ്റിയിട്ട് അവിടെ വന്ന ആൾക്കാർ ഇന്ന ആൾക്കാരായിരുന്നു. എൻ്റെ അൻസിബയും കൂടി അവിടെ ഉണ്ടായിരുന്നത് എന്താ പ്രശ്നമായിരുന്നത്? അൻസിബ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി അല്ലേ, പുറത്തുള്ള ആളല്ലല്ലോ, പുറത്തൊരു മെമ്പർ അല്ലല്ലോ, നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി തന്നെയല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അൻസിബയും കൂടി ആ കമ്മിറ്റി ഇരുന്ന പ്രശ്നം എന്തായിരുന്നു? അവിടേക്കാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് സംശയം വരുന്നത്. ഓക്കെ, എനിവേ ഇതാണ് ഇന്നത്തെ ഒരു വിഷയം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു രീതിയിലും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ പബ്ലിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ നമ്മൾ സംസാരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞാനത് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ പബ്ലിക്കിലേക്ക് വന്നതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അവരുടെ ഇന്റേണൽ കാര്യമാണ്, ഇന്റേണൽ ഈ പറയുന്ന അസോസിയേഷനകത്തുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ ഓഡിയോ സഹിതം പുറത്തേക്ക് വരണമെങ്കിൽ അതിനകത്ത് തന്നെ ചാരന്മാരുണ്ടെന്നാണ് പറയാൻ. മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ചാനലിന് വേണ്ടി ന്യൂസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന അവിടെ ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്താണ്? ഒരു കമ്മിറ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണോ? അറിയില്ല. എനിവേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.